ഹലോ. അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ അടുക്കളൻ്റെ കോലമാണ് ഇങ്ങനൊരു കോലം. പക്ഷേ ഞാൻ ഇന്നലെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കള ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് വെക്കണം. എനിക്കൊന്നിനും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ രാവിലെ തന്നെ വാതിലൊക്കെ തുറന്നിട്ട് കുറച്ച് ഫ്രഷ് എയറൊക്കെ ഒന്ന് കയറട്ടെ വെച്ചിട്ട് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ പൊട്ടിച്ച് പകുതി വെച്ച കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പാത്രത്തിലോട്ടൊക്കെ അങ്ങനെ എടുത്ത് വെക്കണം. കാരണം അവിടെ എല്ലായിടത്തും ഉണ്ടാവും. അച്ചാർ ഒരു ഭാഗം പൊട്ടിച്ചത്, ചിക്കൻ മസാല കുറച്ച് പൊട്ടിച്ചത്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് അടച്ച് വെച്ച് നമ്മൾ സ്റ്റോർ റൂമിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട്, പിന്നെ ഈ ഉള്ളിക്കൊട്ടയാണ് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത്. താഴെ വെച്ച പൂച്ചകൾ അതിൽ കയറി കിടക്കും, മൂത്രമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേലെ കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലാണെങ്കിൽ ഞാൻ പച്ചക്കറി അല്ലാതെ വേറെയും കുറേ സാധനങ്ങളൊക്കെ എടുത്തിടും. അപ്പോൾ അതൊക്കെ അതൊന്നൊന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറേ പച്ചക്കറി കാര്യങ്ങളൊക്കെ കവറിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാരണം ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ഇനി അതൊക്കെ കൊട്ടയിലേക്ക് മാറ്റുള്ളൂ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു കവർ തന്നെ എല്ലാം എടുത്ത് വെച്ചു. ഇനി എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ചിതിലോട്ട് തന്നെ വയ്ക്കാൻ വേണ്ടി. പിന്നെ ക്യാറ്റ് ഫുഡ് ഏതോ പൂച്ച വന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ തീറ്റയല്ലേ നേരിട്ട് ഞാനെല്ലാം പെറുക്കി ആ കവർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഉള്ളൂ. ഇനി പിന്നെ ക്യാറ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ പണി കിടക്കുന്നത്. ഞാനിങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ തുടച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഒരു ബ്രഷ് ഇട്ടിട്ട് സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലപോലെ ഉരച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പിൽ ഒരു സ്ക്രബ്ബർ നല്ലപോലെ തേച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണ്. ഉരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ ആണോ ഇനി അച്ചാർ ഒട്ടിയതാണോ എന്താണെന്ന് അറിയില്ല. തുടച്ചെടുക്കുമ്പോൾ അത് ശരിക്കും കിട്ടാറില്ല, ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് നല്ലപോലെ സ്ക്രബ് ചെയ്തെടുത്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുത്തിട്ടോ. ആ ഒരു നമ്മുടെ ഇടിമുട്ടി ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് മിക്സി കൊണ്ടുവരണ വരെ ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്സി കൊടുത്തപ്പോൾ ഞാൻ ഈ സാധനത്തെ തിരിഞ്ഞേ നോക്കണില്ല, അതവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പച്ചക്കറി കവറും കെട്ടി വെച്ചു. പിന്നെ ഈ അനാവശ്യ കുറേ കവറൊക്കെ അവിടെ എവിടെയും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് കവർ തൂക്കിടാനായിട്ടൊരു കവർ ഇടാനായിട്ടൊരു കവർ തൂക്കിയിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തുടച്ചെടുത്ത് ഇപ്പം തന്നെ ഒരു മിനുക്കം കാണുന്നുണ്ട് അടുക്കളയ്ക്ക് തന്നെ ആ ഒരു ഭാഗത്തിന് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റൗവാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത്. സ്റ്റൗ ആകെ നമ്മുടെ ഒറ്റടുപ്പിൻ്റെ സ്റ്റൗവാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത്ര വലിയ ക്ലീനിങ് ഒന്നും അതിന് വരില്ല. സ്ക്രബ് ഇട്ടതുപോലെ തന്നെ നന്നായിട്ട് ഉരച്ച് കഴുകി ബാക്കി ആ സാധനങ്ങളൊക്കെ ഞാൻ കഴുകാൻ കൊണ്ടുപോയി സിങ്കിലിട്ടോ. എന്നിട്ട് 4 ഭാഗം തുടച്ച് വൃത്തിയാക്കിയെടുത്തു. പിന്നെ ജനലിൻ്റെ ഭാഗത്തോട്ട് വന്നാൽ നമുക്കിവിടെ കബോർഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജനലിൻ്റെ ഈ ടൈലും വേണ്ടോ പൊടികൾ അതും ഇതൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് മാറാല തട്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ കുറേ നോക്കിയിട്ടാണ് മാറ്റിയെടുത്തത്. ഉരച്ചുകൊണ്ടിരുന്നപ്പോൾ ജനലിൻ്റെ ഇതുമ്പോൾ എന്തോ ഒരു കുറ്റി എന്തോ കയറി. അതോടെ പിന്നെ ഞാൻ ഈ ജനൽ പിന്നെയും നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഉരച്ച് കഴുകാൻ പറ്റും, അപ്പുറത്തുള്ള ജനൽ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ സ്ക്രബിട്ട് ഉരച്ചിട്ട് അതേപോലെ തുണി കൊണ്ട് നല്ലപോലെ വൃത്തിയാക്കിയെടുത്തു. ഇനി നമ്മുടെ സിങ്കിൻ്റെ ഭാഗത്തുള്ളതാണ് ഒരു പണി എന്ന് പറഞ്ഞാൽ, ഇന്നലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഈ പാത്രം വെക്കണ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് കുറച്ചധികം പൊടി ഉണ്ടായിരുന്നു. പൊടിയാണോ എന്താ അറിയില്ല, കുറച്ച് പൊടിയുണ്ട്, മസാലപ്പൊടി എങ്ങനെയോ പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കായത്. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു പാത്രം ഉണ്ടായിരുന്നു, വെള്ളം പോയിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ കറ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് അതിൻ്റെ അടിയിലേക്ക് തന്നെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വൃത്തിയാക്കി എടുത്തിട്ടോ ഇനി നമ്മളെ ജനലിൻ്റെ ഭാഗത്താണെങ്കിൽ അനാവശ്യമായിട്ട് പല സാധനങ്ങൾ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് എനിക്കറിയാൻ പാടില്ല. കുറേ അടപ്പും കാര്യങ്ങളൊക്കെ, ഇത് ഏതിൻ്റെയാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമേ വേസ്റ്റ് കളയാം, ഇനി ഒന്നും വേണ്ടാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ കുറേ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ താഴെ ഇറക്കി വെച്ചിട്ട് മാറാല തട്ടാൻ നിന്നു കേട്ടോ. ഈ ജനൽ നമുക്ക് കഴുകാൻ പറ്റത്തില്ല, ഉരച്ച് കഴുകാൻ പറ്റത്തില്ല. കാരണം അത്രയും ചെതല തിന്നിട്ട് നമുക്കിങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട്, കൈ എപ്പോൾ വേണമെങ്കിലും മുറിയാവും. അപ്പോൾ ആ ജനൽ ഞാൻ മാറാല മാത്രം തട്ടിയിട്ട് അതിൻ്റെ ടൈലൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഈ മണി പ്ലാന്റിലെ പഴയ വെള്ളം കളഞ്ഞിട്ട് കുപ്പിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് ഇത് തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം ആ വേരൊന്നും പൊട്ടാതെ വേണം തിരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ ടാസ്ക് പൂർത്തീകരിച്ച് എല്ലാം അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മണി പ്ലാന്റൊക്കെ വെച്ച പൈസ ഇട്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കോടീശ്വരി വെറുതെ പറഞ്ഞ് മനുഷ്യന് പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഒരു പോസിറ്റീവ് ഉണ്ടാവുമെന്ന് പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. പൈസയുടെ കാര്യത്തിലല്ലെങ്കിൽ പോലും ഒരു പോസിറ്റീവ് എന്തോ ഒന്നുണ്ട്, പച്ചപ്പ് കാണുന്നുണ്ട് എന്തോ. പിന്നെ കുറേ അതിൻ്റെ ഇലയൊക്കെ കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല ഈ ഒരു സാധനം. ഇങ്ങനെ വെച്ചാൽ വല്ല കൂത്താടി മുട്ടിട്ട് പെരുകിയാലോ പേടിച്ചിട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി വെച്ചത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ കൂത്താടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു.
അതും കൂടി നമ്മളൊന്ന് കഴുകിയെടുക്കണം. പാത്രങ്ങളെന്ന് പറഞ്ഞാൽ സിങ്കിൽ എനിക്ക് പാത്രങ്ങൾ അങ്ങനെ കിടക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഇന്നലെ ഞാൻ മനഃപൂർവ്വം ഞാൻ ഇട്ടതാണ്. കാരണം ഇന്ന് നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് നടത്തുന്നത് കൊണ്ട് എന്തായാലും ഇത് ആവശ്യമാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ മനഃപൂർവ്വം ഇട്ടതാണ്. അപ്പോൾ ഇന്ന് അധികം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. സ്പൂണൊക്കെ ഉണ്ടത് സ്പൂണിൻ്റെ പാത്രത്തിലിട്ട് വെച്ചു. പിന്നെ നമ്മൾ ഈ പ്ലേറ്റ് വയ്ക്കുന്ന സ്റ്റാൻഡിൽ പ്ലേറ്റൊക്കെ ഒതുക്കി വെച്ചിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്താട്ടോ അവിടെ വയ്ക്കുന്നത്, വലിയ വലിയ പാത്രങ്ങൾ. അങ്ങനെ അതും കൊണ്ടുവച്ചിട്ട് അപാരമായ ഒരു സിങ്ക് കഴുകലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കമ്പിച്ചണ്ടി ഉപയോഗിച്ചിട്ടാണ് സിങ്ക് കഴുകുന്നത്. കമ്പിച്ചണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയും. എൻ്റെ കൈ മുറിഞ്ഞു. പൈപ്പും ചുറ്റുള്ള ടൈലും എല്ലാം ഞാൻ കമ്പിച്ചണ്ടി യൂസ് ചെയ്തിട്ടാണ് കഴുകണത്. എല്ലാം അങ്ങോട്ട് വൃത്തിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സിങ്കൊക്കെ ഞാനിങ്ങനെ പളപളാൻ തിളക്കണ രീതിയിൽ അത്രത്തോളം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സിങ്കിൽ പാത്രങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികം. സിങ്ക് അത്ര കഴുകിയിട്ടും കാര്യമില്ലെന്നറിയാലോ. ഇതാണ് നമ്മുടെ നിലത്തിൻ്റെ ഒരു അവസ്ഥ. ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വേസ്റ്റ് ബിന്നൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്ത് കൊണ്ട് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരാൻ നിന്നിട്ട് അടിച്ചു വരെ ഓറഞ്ച് ഊട്ടിയിലോട്ട് നടന്നു. അവന് പുറത്ത് പോകാത്തതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ വാതിൽ തുറന്നപ്പോൾ ഇങ്ങനെ നോക്കണം കേട്ടോ. പിന്നെ വേഗം ചായ ഉണ്ടാക്കി. കാരണം നമുക്ക് 8 മണിയാകുമ്പോൾ പോകണം കേട്ടോ. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇത് മിക്സ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഞാനത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അല്ലാതെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ അത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ട് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ റെഡി ആവാണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. ഇനി ഇത് മാത്രമല്ല, ഇനി വീട് മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.